വടകരയിലെ കാഫ് സ്ക്രീൻഷോട്ട് കേസിൽ പ്രത്യേക സംഘം ഇന്ന് അന്വേഷണം ആരംഭിക്കുന്ന ദിവസമാണ്. കോഴിക്കോട് റൂറൽ എസ്.പിയുടെ നേതൃത്വത്തിലുള്ള 7-അംഗ സംഘത്തിനാണ് അന്വേഷണത്തിന്റെ ചുമതല. കുറ്റ്യാടി എം.എൽ.എ പാറക്കൽ അബ്ദുള്ളയുടെ പരാതിയിലാണ് യു.ഡി.എഫ് സർക്കാരിന്റെ രാഷ്ട്രീയ നീക്കം. വർഗീയ ധ്രുവീകരണം ലക്ഷ്യം വെച്ചുണ്ടാക്കിയ വ്യാജ സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം കണ്ടെത്താൻ പോലീസിനായിട്ടില്ല. വി.എസ്. രഞ്ജിത്തുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. വി.എസ്. രഞ്ജിത്ത്, ഏറെ കോളിളക്കമുണ്ടാക്കിയ മറ്റൊരു വിവാദത്തിൽ ഇപ്പോൾ അന്വേഷണം ആരംഭിക്കുകയാണ്. എങ്ങനെയാണ് അന്വേഷണത്തിന്റെ നീക്കങ്ങൾ? ശ്രുതി, ഷിഹാസ്, ഇത് UDF സർക്കാരിന്റെ ഒരു പ്രതികാര നടപടിയെന്നോ അല്ലെങ്കിൽ സത്യം വെളിപ്പെടുത്താനുള്ള ആഗ്രഹമെന്നൊക്കെ വിളിക്കാം. കാരണം കാഫിർ സ്ക്രീൻഷോട്ട് വടകരയിൽ UDF-നും ലീഗിനും വലിയ കളങ്കമായി തീർന്ന ആരോപണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൽ സത്യം കണ്ടെത്തുക എന്നുള്ളത് ലീഗിന്റെ ഒരു സവിശേഷമായ ആവശ്യം കൂടിയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പാറക്കൽ അബ്ദുള്ള ആഭ്യന്തരമന്ത്രിയെ കണ്ട് ഈ ഒരു കേസിൽ പ്രത്യേക അന്വേഷണം വേണമെന്നും ഇത് അന്വേഷണം പുനരാരംഭിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വടകര റൂറൽ എസ്.പിയുടെ നേതൃത്വത്തിൽ ഒരു 7-അംഗ സംഘത്തെ പ്രത്യേകമായി നിയോഗിച്ച് കാഫിർ സ്ക്രീൻഷോട്ട് കേസ് അന്വേഷിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഈ കേസിൽ കാഫിർ സ്ക്രീൻഷോട്ട് ആദ്യമായി പങ്കുവച്ചത് ഒരു ഡിവൈഎഫ്ഐ നേതാവും അധ്യാപകനുമായിട്ടുള്ള റിബേഷ് ആണ് എന്ന് കണ്ടെത്തിയിരുന്നു. പക്ഷെ അദ്ദേഹവും ഇത് ഒരു ഷെയർ ചെയ്തതാണ്, ഫോർവേഡ് മെസ്സേജായി കണ്ടെത്തിയതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന്റെ ഉറവിടം കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. വിവിധ മൊബൈൽ ഫോണുകൾ ഇതുമായി ബന്ധപ്പെട്ട് പിടിച്ചെടുത്ത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചെങ്കിലും അതൊക്കെ ഫോർവേഡ് മെസ്സേജ് എന്ന രീതിയിലാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇനി ഇതിന്റെ ഉറവിടത്തിലേക്ക് എവിടെ നിന്നാണ് ഇത്തരത്തിലൊരു സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയെന്നാണ് കണ്ടെത്തേണ്ടത്. തീർച്ചയായിട്ടും വിശദാംശങ്ങളാണ് വി.എസ്. രഞ്ജിത്ത് നൽകിയത്.